അമ്മ എന്ന വാക്കിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അമ്മയാണ് നമ്മളുടെ എല്ലാം, ശരിയല്ലേ? അമ്മയില്ലാത്ത വീട് എന്തിനു പറ്റും? ഇന്നും ആ വേദനകൾ അനുഭവിക്കുന്നതാണ് ഞാനൊക്കെ. ഇതുപോലെ വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ശരിയല്ലേ? അത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അമ്മമാരായിരുന്നു പഴയ ആളുകൾ. ഇന്ന് ആ സ്ഥാനത്ത് അമ്മമാർ പുറംലോകം കാണുന്നുണ്ട്. അന്ന് അവർ രാവിലെ എഴുന്നേൽക്കുന്നു, കുട്ടികളെ സ്കൂളിലേക്ക് വിടാനുള്ള, ഭർത്താവിനെ ജോലിക്ക് വിടാനുള്ള തിരക്കിൽ തൻ്റെ ജീവിതം തന്നെ മറന്നുപോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയം ചിലപ്പോൾ 10 മണി 11 മണി, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ കഴിച്ചെന്ന് വരില്ല. അത് കഴിഞ്ഞ് വീട്ടിലത്തെ സകല ജോലികളും കഴിഞ്ഞ് ഒന്ന് കുളിച്ചൊന്ന് ഒരു ഭാഗത്ത് ഇരിക്കാൻ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും വിരുന്നുകാരോ അങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് ആ അമ്മമാർക്ക് അന്നത്തെ ദിവസം അങ്ങ് പോയി കിട്ടി. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കിടക്കാം, നീണ്ടു നിവർന്ന് കിടക്കാം എന്ന് വിചാരിച്ച് കിടക്കയിലേക്ക് വരുമ്പോഴത്തേനും ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോകുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെയും വീണ്ടും അതേപോലെ തന്നെ അവരുടെ ദിനകൃത്യങ്ങൾ പിറ്റേന്ന് രാവിലെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അമ്മ, പലരും അമ്മയെ വേദനിപ്പിക്കുമ്പോൾ ഓർക്കുക, തൻ്റെ അമ്മ തന്നെ എത്രമാത്രം കഷ്ടപ്പെട്ട് തന്നെ ആ ഉദരത്തിൽ കൊണ്ട് നടക്കുമ്പോൾ ഒരു പോറലും ഏൽപ്പിക്കാതെ തനിക്ക് വേണ്ട ഭക്ഷണം തന്നിട്ടും വെള്ളം തന്നിട്ടും ആ അമ്മ നമ്മൾ 9 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, ഇല്ലേ? ആ അമ്മ പ്രസവിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളെ അത്രയും കെയറോടുകൂടി നമ്മളെ പരിപാലിച്ചു കൊണ്ട് നമ്മളെ വലിയ നിലയിലെത്തിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മുടെ അച്ഛനമ്മയെ നമ്മൾ മറക്കുന്നു. കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ അവരുടെ കാര്യം കഴിഞ്ഞ് അവർ കഴിഞ്ഞതെല്ലാം മറന്നു, ഇല്ലേ? പക്ഷെ തൻ്റെ അമ്മ എന്നും തൻ്റെ മക്കൾ നല്ല രീതിക്ക് നല്ല ഭക്ഷണം കഴിച്ച് നല്ല രീതിക്ക് നല്ല ജോലികൾ ലഭിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ചിന്തിക്കും. അന്ന് നമ്മളോട് അമ്മമാർ പറയും, നിനക്കൊക്കെ ഒരു കുടുംബമാകുമ്പോഴേ നീ ഇതൊക്കെ പഠിക്കുകയുള്ളൂ എന്ന് പല വീടുകളിൽ അമ്മമാർ പറയാറുണ്ട്. ശരിയല്ലേ? ശരിയാണ്. നമുക്കൊരു കുടുംബമാകുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ അമ്മ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് നാം ഓർക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മ ശരിക്കും നമ്മുടെ ദൈവമാണ്. അമ്മ കഴിഞ്ഞിട്ടുള്ളൂ ഏത് ദൈവവും എല്ലാം. ഇതേപോലെ തന്നെ ഒരു സ്ഥാനം നമ്മുടെ അച്ഛനുമുണ്ട്. അച്ഛന് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടാണ് നമ്മളെ പോറ്റുന്നത്. അപ്പം നാം അച്ഛനമ്മമാരെ വേദനിപ്പിക്കാതെ അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ബൈ ബൈ.